യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ബാബയുടെ ഓപ്പറേഷൻ കാശിന്റെ പേരിൽ വൈകിപ്പിച്ചത്. എന്തായാലും ഡോക്ടർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്തെങ്കിലും സംശയം വന്നാ അത് എന്നെയും ബാധിക്കും. മാഡം അക്കാര്യത്തിൽ വിഷമിക്കണ്ട. ഇക്കാര്യം മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്നോ മാഡം പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്നോ ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാൻ മറക്കണ്ട. ഭാവനയ്ക്ക് ബോധം വീണ ശേഷം ബാക്കി വിശേഷങ്ങൾ ഞാൻ അറിയിക്കാം. ഡോക്ടർക്ക് എപ്പോഴും കാശിന്റെ വിചാരമേ ഉള്ളൂ. അത് പിന്നെ വേണ്ടേ മാഡം, ഇതൊക്കെ കിട്ടുമ്പോഴല്ലേ ഉള്ളൂ. അതിരിക്കട്ടെ, സൂര്യ വന്നിട്ട് തിരികെ പോയോ? ഇല്ല, പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഇനി സൂര്യയെ തടയേണ്ട മാഡം. ഭാവനയ്ക്ക് ബോധം വീഴുമ്പോ സൂര്യ അടുത്തുണ്ടാവണം. എന്നാലേ അവന്റെ മുഖം ഒന്ന് എനിക്ക് കാണാൻ പറ്റൂ. പ്രിയതമ ഇപ്പൊ ചാടി എഴുന്നേൽക്കുന്നുള്ള അവന്റെ മോഹം അതോടെ തീരും. എനിക്ക് ആ രംഗം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഡോക്ടറെ. വെറുതെ അബദ്ധം പറയില്ലേ മാഡം. ആ സമയത്ത് മാഡം അവിടെ വന്ന സൂര്യക്ക് സംശയം കൂടും. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങണം. ഓക്കെ എന്നാ ഓക്കെ ശ്രീറാം, എന്ത് വന്നാലും എന്നെ അറിയിച്ചാ മതി. അതൊക്കെ ഞാൻ അറിയിച്ചോളാം. ഇനി സന്തോഷിക്കാൻ മാഡം തയ്യാറായിട്ടിരുന്നോ? എന്തായാലും ഡോക്ടർക്ക് MD-യുടെ ചുമതല കൂടി കിട്ടിയത് ഗുണം ചെയ്തു. അതുകൊണ്ടാണല്ലോ ഭാവനയെ ബുദ്ധിപൂർവ്വം ഒതുക്കാൻ പറ്റിയത്. അതെ മാഡം, MD തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് മാന്യനാവേണ്ടി വരും. ഓക്കെ ഡോക്ടർ, വിവരങ്ങൾ എന്തായാലും അറിയിക്കണം. ഓക്കെ മാഡം. ഇന്നത്തോടെ എന്റെ മോന്റെ അഹങ്കാരം ഒന്ന് കുറയും. ഇനി ഭാവനയുടെ പിന്നാലെ അവൻ ചുറ്റുന്നത് എനിക്കൊന്ന് കാണണം. കഴിയുന്നില്ല. നിനക്കിങ്ങനെ ഗതി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയില്ല. ഭാവന പോലെ ഞങ്ങൾക്ക് പഴയതുപോലെ തിരിച്ചു തരണേ. നിങ്ങളൊന്ന് പുറത്തിരിക്കാമോ? ശരി. ലതാ, ഭാവനയുടെ ഇപ്പോഴത്തെ ബ്ലഡ് റിസൾട്ടിൽ നമ്മൾ നൽകാത്തൊരു മെഡിസിന്റെ കണ്ടന്റ് കണ്ടിരുന്നു. ലതയല്ലേ ഭാവനയ്ക്കുള്ള ഇഞ്ചക്ഷനും ട്രിപ്പും എല്ലാം കൊടുത്തിട്ടുള്ളത്? അതെ ഡോക്ടർ. ഡോക്ടർ എഴുതിയിട്ടുള്ള മെഡിസിൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഓപ്പറേഷൻ ശേഷം ഭാവനയ്ക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഇഞ്ചക്ഷൻ ആരോ നൽകിയിട്ടുണ്ടോ? അയ്യോ ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടല്ലതാ, ദേ കണ്ടില്ലേ, എപ്പാറും പോലെ എന്തോ ഒന്ന് ഭാവനയുടെ ബ്ലഡിൽ കലർന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ MD ഒന്ന് കാണട്ടെ. നമ്മളറിയാതെ എന്തോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ലത ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ വരൂ, ഇരിക്കൂ. എന്താ ഡോക്ടർ? സാർ പോയതിനു ശേഷം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. സാർ എമർജൻസി മീറ്റിംഗിന് പോയതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിക്കാൻ. അതെ ഡോക്ടർ, പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആയിരുന്നു. ചെയർമാൻ വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. അല്ല, എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം? സാർ, നമ്മുടെ ഭാവനയുടെ നില ഇപ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേറ്റാണ് സാർ.
ഡോക്ടർ എന്താ ഈ പറയുന്നത്? അതെ സാർ. സാറ് പോയതിനു ശേഷം നോർമൽ കണ്ടീഷനിലേക്ക് വന്ന ഭാവനയിൽ പെട്ടെന്നാണ് ചേഞ്ചസ് ഉണ്ടായത്. കൃത്യസമയത്ത് ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഭാവനയ്ക്ക് ഇങ്ങനത്തെ അവസ്ഥ വരില്ല സാർ. ശ്രീറാമൻ എന്താ ഇത്ര ബോധമില്ലാത്തത്? ഒന്നുമില്ലെങ്കിലും ഭാവന ഈ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണെന്ന പരിഗണനയെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ മാക്സിമം പറഞ്ഞു സാർ. പക്ഷേ ശ്രീറാം ഡോക്ടർ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. ഫുൾ ക്യാഷ് അടച്ചാലേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് വാശി പിടിച്ചു. സാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. എന്താ? സാർ, ഭാവനയുടെ ബ്ലഡ് സർക്കുലേഷനിൽ പെട്ടെന്നുണ്ടായ മാറ്റവും അവിടെ ഇവിടെ ഈ ബ്ലഡ് കട്ടപിടിക്കാനുള്ള സാധ്യതയും കണ്ടതുകൊണ്ടാണ് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത്. പക്ഷേ ഭാവനയുടെ ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ബ്ലഡിൽ ഇങ്ങനെയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് വ്യക്തമായത്. മനസ്സിലായില്ല. ഡോക്ടർ ഒന്ന് വ്യക്തമായി പറയൂ. സാർ, ഇത് ഭാവനയുടെ ഫസ്റ്റ് ബ്ലഡ് റിസൾട്ടാണ്. സാർ, ഇത് ഭാവനയുടെ സെക്കൻഡ് ബ്ലഡ് റിസൾട്ടാണ്. നോക്കൂ സാർ, ആദ്യത്തെ ഓപ്പറേഷൻ ശേഷം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മെഡിസിന്റെ കണ്ടന്റ് ഈ റിസൾട്ടിൽ വ്യക്തമാണ് സാർ. സാധാരണ ഓവർ ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ പേഷ്യന്റിന് കൊടുക്കാറുള്ള ഹെപ്പറിൻ പോലുള്ള മെഡിസിനാണ് ഭാവനയുടെ ബ്ലഡിൽ കടന്നിട്ടുള്ളത്. ഒരു നോർമൽ ബോഡിയിൽ ഇതുപോലുള്ള ഇഞ്ചക്ഷൻ നൽകിയാൽ ബ്ലഡ് കട്ടപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാർ. മാത്രമല്ല, അങ്ങനെ ഒരു മരുന്ന് ഡോക്ടർ എഴുതിയിട്ടുമില്ല. ഭാവനയുടെ ശരീരത്തിൽ ഈ മെഡിസിൻ്റെ അംശം കിടന്നുകൊണ്ടാണ് ഭാവനയുടെ ബ്ലഡ് കട്ടപിടിക്കാൻ തുടങ്ങിയത്. ആരാണ് ഭാവനയെ നോക്കിയത്? ലതയാണ് സാർ. ലതയാകെ അമ്പരന്നിരിക്കുക. സാർ, സാറിന് എന്നോടൊന്നും തോന്നരുത്. ഭാവന ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് സാർ. ഓപ്പറേഷൻ ചെയ്യാൻ അരമണിക്കൂർ വൈകിരുന്നെങ്കിൽ ഭാവനയുടെ ബോഡി മാത്രമേ ബാക്കി ഉണ്ടാകുമായിരുന്നുള്ളൂ. നോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഡോക്ടർ ഭാവനയുടെ ഓപ്പറേഷൻ വൈകിപ്പിച്ചത് തന്നെ തെറ്റാണ്. ഡോക്ടർ ശ്രീറാം ഭാവനയോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് ഈ സന്ദർഭം ഉപയോഗിച്ചത്. ശ്രീറാം, ഒന്നിവിടെ വരെ വരൂ. സാർ, ഞാൻ ഈ വിവരമൊന്നും ഭാവനയുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടില്ല. ഇത് പുറലോകം അറിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ തന്നെ ബാധിക്കും. അതെ ഡോക്ടർ, ഞാൻ എന്തായാലും ഭാവനയൊന്ന് കാണട്ടെ. എന്നിട്ട് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. ബന്ധുക്കളോട് ഞാൻ സംസാരിച്ചോളാം. ശരി സാർ. സൂര്യ അവിടെ ഇല്ലേ? വീട്ടിൽ പോയെന്ന് പറയുന്നുണ്ട് സാർ. സൂര്യയോടൊന്ന് വരാൻ ഫോൺ ചെയ്ത് പറയും. ശരി സാർ. സൂര്യയോട് ബുദ്ധിപൂർവ്വം ഞാൻ സംസാരിച്ചോളാം. അയാൾക്കാവുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ സാർ. May I come in, sir? യെസ്, കമിൻ. ഇരിക്കൂ. എന്താ സാർ വിളിച്ചത്? എന്താ ശ്രീറാം, ഇവിടത്തെ ഒരു സ്റ്റാഫിനോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കണമായിരുന്നോ? അല്ല, ഞാൻ എന്തു ക്രൂരത ആരോട് കാണിച്ചു എന്നാ സാർ പറയുന്നത്? വേണ്ട ശ്രീറാം, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ഭാവനയ്ക്കൊരു എമർജൻസി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തപ്പോ കാശടച്ചാലേ ഓപ്പറേഷൻ നടത്തുള്ളൂ എന്ന് ശ്രീറാം പറഞ്ഞോ? പറഞ്ഞു സാർ. ഞാൻ ഈ ഹോസ്പിറ്റലിലെ റൂൾസേ നോക്കിയിട്ടുള്ളൂ. ഭാവന ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണെന്ന് താങ്കൾക്കറിയില്ലായിരുന്നോ? പിന്നെന്താ? എന്താ സാർ ഇത്? ഭാവനയായാലും മറ്റൊരാളായാലും സൗജന്യമായിട്ട് ചികിത്സിക്കാൻ മാനേജ്മെന്റ് അനുവാദം തന്നിട്ടില്ലല്ലോ. മാത്രമല്ല, ഭാവനയുടെ ബില്ല് 9 ലക്ഷത്തിന് മുകളിലായിരുന്നു.